പോലീസ് സേനയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ ഐജി ചമഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ പ്രതിക്ക് ലഭിച്ച കഠിന തടവ് പൊതുസമൂഹത്തിന് ലഭിക്കുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് പ്രതിയായിട്ടുള്ള മിഥുൻ എന്നറിയപ്പെടുന്ന ഭാനുകൃഷ്ണയ്ക്ക് 10 വർഷം കഠിന തടവും 1,25,000 രൂപ പിഴയും ശിക്ഷയായി വിധിച്ചത്. അധികാര കേന്ദ്രങ്ങളിൽ വിശ്വാസമർപ്പിച്ച് കബളിപ്പിക്കപ്പെടുന്ന സാധാരണക്കാരുടെ നിസ്സഹായത മുതലെടുക്കുന്ന തട്ടിപ്പുകാർക്ക് നിയമം നൽകുന്ന ശക്തമായ പ്രഹരമാണ്. ഈ കേസിന്റെ വിശദാംശങ്ങൾ, പ്രതി തട്ടിപ്പിനായി ഉപയോഗിച്ച തന്ത്രങ്ങൾ, നിയമപരമായ പോരാട്ടം, നീതിന്യായ വ്യവസ്ഥയുടെ പ്രാധാന്യം, ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിനുള്ള പൊതുജാഗ്രതയുടെ ആവശ്യകത എന്നിവയെല്ലാം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കേസിനാസ്പദമായ സംഭവം നടന്നത് 2018 നവംബറിലാണ്. പോലീസ് ജോലി ആഗ്രഹിച്ച ഒരു യുവാവിന്റെ അമ്മയാണ് മിഥുൻ എന്നറിയപ്പെടുന്ന ഭാനുകൃഷ്ണ കബളിപ്പിച്ചത്. വളരെ തന്ത്രപരവും ആസൂത്രിതമായ നീക്കങ്ങളിലൂടെയാണ് പ്രതി പരാതിക്കാരിയുടെ വിശ്വാസം നേടിയെടുത്തത്. പ്രതി പൂർണ്ണമായും പോലീസ് യൂണിഫോമിൽ എത്തുകയും താൻ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഈ വേഷം പോലീസ് സേനയിൽ ജോലി വാഗ്ദാനം ചെയ്യുന്നതിൽ ഇയാൾക്ക് അധികാരമുണ്ടെന്ന് പരാതിക്കാരിയെ വിശ്വസിപ്പിക്കാൻ സഹായകമായി. ഉദ്യോഗസ്ഥൻ ചമഞ്ഞതിലൂടെ ഒരു സാധാരണ വ്യക്തിക്ക് ആ ഉദ്യോഗസ്ഥന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലാതാവുന്നു. പോലീസ് ജീപ്പ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാഹനം ഉപയോഗിച്ചാണ് ഇയാൾ പരാതിക്കാരിയുടെ വീട്ടിലെത്തിയത്. ഔദ്യോഗികമായി പദവിയുടെ പ്രതീകമായി പോലീസ് വാഹനത്തെ ഉപയോഗിച്ചത് ഇയാൾ പറയുന്നത് സത്യമാണെന്ന് സ്ഥാപിക്കാനും സഹായകമായി. വിശ്വാസം നേടിയെടുത്തതിനു ശേഷം പോലീസ് ജോലി ശരിയാക്കി നൽകുന്നതിന് സംഭാവന എന്ന രൂപേണയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നൽകാനായി എന്ന മട്ടിലോ പ്രതി പണം ആവശ്യപ്പെട്ടു. ഇയാൾ പരാതിക്കാരിയിൽ നിന്നും 5 ലക്ഷം രൂപ കൈക്കലാക്കി. ഇതിനു പുറമെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്ന വ്യാജേന 16 പവൻ സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കുകയുണ്ടായി. ഉന്നത സർക്കാർ ജോലി ലഭിക്കാനുള്ള തീവ്രമായ ആഗ്രഹമുള്ളവരെയാണ് ഇത്തരക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ജോലി ലഭിക്കുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നവരുടെ നിസ്സഹായത മുതലെടുത്ത് ലക്ഷങ്ങളും സ്വർണവും തട്ടിയെടുത്ത ഈ സംഭവം തട്ടിപ്പുകാരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. തട്ടിപ്പിനിരയായ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെയാണ് നിയമ നടപടികൾ ആരംഭിച്ചത്. അതിവേഗം നീങ്ങിയ അന്വേഷണവും നിയമ പോരാട്ടവുമാണ് പ്രതിക്ക് കഠിന ശിക്ഷ ഉറപ്പുവരുത്തിയത്. പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്ന രതീഷ് PM ആണ് കേസിന്റെ അന്വേഷണ ചുമതല വഹിച്ചത്. തട്ടിപ്പിന്റെ വ്യാപ്തിയും പ്രതിയുടെ പ്രവർത്തന രീതികളും കൃത്യമായി മനസ്സിലാക്കി തെളിവുകൾ ശേഖരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഇത്തരം കേസുകളിൽ പ്രതി വ്യാജമായി ചമഞ്ഞ ഉദ്യോഗസ്ഥനല്ലെന്ന് തെളിയിക്കുകയും കൈമാറ്റം ചെയ്യപ്പെട്ട പണത്തിന്റെയും സ്വർണത്തിന്റെയും തെളിവുകൾ കണ്ടെത്തുക എന്നിവ ശ്രമകരമായ ദൗത്യമാണ്. തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ നടന്ന വിചാരണയിൽ പ്രോസിക്യൂഷൻ ശക്തമായ വാദങ്ങളും നിരത്തി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിത KA, അഡ്വക്കേറ്റ് ഋഷിചന്ദ് എന്നിവരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. പ്രതിയുടെ കുറ്റം തെളിയിക്കുന്നതിനായി 21 സാക്ഷികളെ വിസ്തരിക്കുകയും പ്രതി ഉപയോഗിച്ച യൂണിഫോം വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ടതടക്കം 30ഓളം രേഖകളും മറ്റു മുതലുകളും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കോർട്ട് ലൈസൻസ് ഓഫീസർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സംഗീത് MD പ്രോസിക്യൂഷനെ സഹായിച്ചു. തെളിവുകളും സാക്ഷിമൊഴികളുടെയും ബലത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി മിഥുൻ എന്ന ഭാനുകൃഷ്ണയ്ക്ക് 10 വർഷം കഠിന തടവ് വിധിച്ചു. ഇതിനു പുറമെ 1,25,000 രൂപ പിഴയും വിധിച്ചു. പിഴയൊടുക്കുന്ന പക്ഷം ഈ തുക പരാതിക്കാരിക്ക് തിരികെ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. പിഴ ഒടുക്കാതിരുന്നാൽ അധിക തടവ് അനുഭവിക്കേണ്ടി വരും. തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട പണത്തിന് ആനുപാതികമായി നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിൽ കോടതിയുടെ ഇടപെടൽ അഭിനന്ദാർഹമാണ്. പോലീസ് സേനയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ലഭിച്ച ഇത്രയും കഠിനമായ ശിക്ഷ ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഗൗരവവും വ്യക്തമാക്കുന്നു. ഈ കോടതി വിധി വ്യാജരേഖകളും വാഗ്ദാനങ്ങളും ഉപയോഗിച്ച് സാധാരണക്കാരെ കബളിപ്പിക്കുന്നവർക്ക് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. അതോടൊപ്പം പൊതുജനത്തിന് പാലിക്കേണ്ട ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ സംഭവം നൽകുന്നു. സർക്കാർ ജോലികൾ ലഭിക്കുന്നതിന് പണമോ സ്വർണമോ കൈക്കൂലിയായി നൽകേണ്ട ആവശ്യമില്ല. നിയമപരമായ എല്ലാ സർക്കാർ ജോലികളും പബ്ലിക് സർവീസ് കമ്മീഷൻ പോലുള്ള ഏജൻസികൾ വഴിയോ ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് ചാനലുകൾ വഴിയോ ആണ് ലഭിക്കുക. ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തിയാൽ അവരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കുക. ഔദ്യോഗിക കാര്യങ്ങൾക്കായി മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഓഫീസ് ലാൻഡ് ലൈൻ നമ്പറുകൾ ഉപയോഗിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കുക. യൂണിഫോം കണ്ടെത്തുക കൊണ്ട് മാത്രം ഒരാൾ ഉദ്യോഗസ്ഥനാണെന്ന് ഉറപ്പിക്കരുത്. ഔദ്യോഗികമല്ലാത്ത വാഹനങ്ങളിൽ ഉദ്യോഗസ്ഥർ എത്തുകയോ പണം ആവശ്യപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിജിലൻസിലോ വിവരം അറിയിക്കുക. നിയമ നടപടികൾ ശക്തമായി തുടരുമ്പോൾ തന്നെ പൊതുജനത്തിന്റെ ജാഗ്രതയാണ് ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിൽ ഏറ്റവും നിർണായകമായ ഘടകം. തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ച 10 വർഷ കഠിന തടവ് നിയമവ്യവസ്ഥയുടെ കാര്യക്ഷമതയുടെയും നീതിബോധത്തിന്റെയും പ്രതീകമാണ്. വ്യാജ ഐജി ചമഞ്ഞ് നടത്തിയ തട്ടിപ്പ് കേവലം സാമ്പത്തിക കുറ്റകൃത്യമല്ല, മറിച്ച് സാധാരണക്കാരിൽ സർക്കാർ സംവിധാനങ്ങളോടുള്ള വിശ്വസ്തത തകർക്കുന്ന നടപടിയാണ്. കഠിനമായ ശിക്ഷയിലൂടെ നിയമലംഘനങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. പോലീസ്, പ്രോസിക്യൂഷൻ, നീതിന്യായ വ്യവസ്ഥ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് തട്ടിപ്പുകാർക്ക് അർഹിച്ച ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത്.
ഈ വിധി സമൂഹത്തിൽ ഇത്തരം ചൂഷണങ്ങളെ ചെറുക്കുന്നതിനുള്ള നിയമത്തിന്റെ പ്രതിബദ്ധതയാണ് അടയാളപ്പെടുത്തുന്നത്.